ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണക്കാക്കൗതം വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മൾ ഇന്ന് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് ഞാനും ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്തത്. ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഒരു ചെറിയ ഒരു സ്മൂത്തും ഗ്ലോ ഒക്കെ ആയിട്ടിരിക്കില്ലേ, പക്ഷേ ഈ ഒരു സൈഡ് കണ്ടോ കുറച്ചൊന്ന് റഫായിട്ടിരിക്കണേ. ഇതാണ് കേട്ടോ ആ ഒരു സംഭവം. അതായത് ഈ സൈഡ് കുറച്ച് ഓയിലി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ, ഈ സൈഡ് കുറച്ച് ഓയിലി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ജാപ്പനീസുകാരുടെയൊക്കെ സ്കിന്ന് കണ്ടിട്ടില്ലേ, അവരുടെയൊക്കെ സ്കിന്ന് ഭയങ്കര ഗ്ലാസ് സ്കിന്നും ഭയങ്കര ഗ്ലോയും ഒക്കെയാണ്. നല്ല രസമാണ് കാണാൻ അല്ലേ. അപ്പോൾ അവിടുത്തെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡോവിൻ്റെ സോപ്പൊക്കെ ആവശ്യമുണ്ട്. നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് ചെയ്ത് നോക്കാമായിരുന്നു, എന്നിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. അതായത് ഞാനിപ്പോൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, എനിക്ക് അത്യാവശ്യം കൊള്ളാതെ തോന്നി. അപ്പം നമുക്കിത് എങ്ങനെയാണ് എന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇതിനാദ്യം ആവശ്യമുള്ളത് വലിയ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക, അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇതിൻ്റെ ചാറ് നമുക്ക് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചും ചാറെടുക്കാവുന്നതാണ് കേട്ടോ, പക്ഷേ അത് ഭയങ്കര മെനക്കേടാണ് ഒന്ന് അരിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ചാറ് ഫുള്ള് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. ഇതൊരു 1/2 ഗ്ലാസ് പാൽ വരും. പിന്നെ ഇതൊരു ഡോവ് സോപ്പിൻ്റെ പകുതിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ജ്യൂസാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഒന്ന് കളർ മാറിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ അരിപ്പൊടി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എടുക്കുക. ഇതിൽ നമുക്ക് ആ ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ചാറ് കിട്ടുന്ന അത് മൊത്തം ഇതിൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു വെള്ളം കണക്കാണ് കേട്ടോ കിട്ടേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാൽ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട ഈ അരിപ്പൊടി അതിൻ്റെ ചെറിയ രീതിയിലാവും, അപ്പോൾ അത് വരാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി പാലും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അറിയാമല്ലോ, ഇത് ഇത്തിരി തിക്കായിട്ടല്ല, നല്ല ഒരു വെള്ളം പോലത്തെ രീതിയിൽ വേണം കേട്ടോ ഇതായി വരെ. ഞാൻ അങ്ങനെ അത് ഒരു ഡോവ് സോപ്പിൻ്റെ ചെറിയ സോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതിയാണ് കേട്ടോ ഈ എടുത്ത് ചീനി വെച്ചേക്കുകയാണ്. ഇത് നമുക്കിപ്പോഴല്ല, ഞാൻ എപ്പോഴാണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മൾ ആ കലക്കി വെച്ചേക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ ആ ബാക്കി പാലും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു പാൻ എടുക്കുക, പാനിലേക്ക് ഇത് ഒഴിക്കുക, തീ ഏറ്റവും കുറച്ചിട്ടിട്ട് ഇത് നമ്മളൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നിയാലും അത്ര സിമ്പിളല്ല, കാരണം ഇത് അരിപ്പൊടിയൊക്കെയാണ് നമ്മൾ കുറുക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ അടിയിൽ നന്നായിട്ട് ഇങ്ങനെ കുറുകി കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ഈ ഒരു പരുവാവണം, നന്നായിട്ട് അങ്ങ് കുറുകാൻ നിൽക്കേണ്ട. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നമ്മുടെ ഡവിൻ്റെ സോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യുക, തീ പിന്നെ വെക്കണ്ട കേട്ടോ. ഈ ഒരു ചൂട്ടത്ത് തന്നെ ഈ ഒരു സോപ്പ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ അലിഞ്ഞോളൂ കേട്ടോ. എനിക്ക് ആകെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി തോനെ കട്ടിയായി എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരി പാലൊഴിച്ച് ഒന്ന് തീ കുറച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പാൽ കുറവാണെങ്കിൽ നമുക്കിത് മുഖത്തിടുമ്പോൾ ഭയങ്കര തിക്കായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക, തണുക്കാൻ വെക്കുക കേട്ടോ. ഹായ്, അപ്പോൾ മുടിയൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാസ്ക് റെഡിയാണ്. ഇത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കൊറിയൻ അല്ലെങ്കിൽ ഒരു കൊറിയൻ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം കാക്ക നല്ല കരച്ചിലാണ്, നിങ്ങളത് കാര്യമാക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ മാസ്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. നമുക്കിത് എങ്ങനെയാണെന്ന് ഒന്ന് ഇട്ട് നോക്കാം. ഞാനിത് ഒരു ജാപ്പനീസ് വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഗ്ലാസ് സ്കിൻ കിട്ടാൻ നല്ലതാണ്. പൊതുവേ അവരുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് നോക്കാതെ ഒരു സൈഡ് ഇടുന്നുള്ളൂ, അപ്പോൾ നമുക്ക് റിസൾട്ട് അറിയാമല്ലോ. ഒരു 20 മിനിറ്റ് വെക്കണമെന്നാണ് കേട്ടോ പറഞ്ഞത്, കാരണം ഇത് ഉണങ്ങാനും പാടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ഡോവ് സോപ്പൊക്കെ നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇങ്ങനെ ഒരു പാക്കിലൊരു സോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണിക്കാനായതുകൊണ്ട് ഞാൻ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ ഇടുന്നത്. ഇടുമ്പോൾ നല്ലൊരു കട്ടിയുള്ള എന്തോ ഒരു പേസ്റ്റ് മുഖത്തിടുന്ന ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഈ ഡവ് സോപ്പിൻ്റെ ചെറിയ മണമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു സോപ്പിൻ്റെ തിക്നെസ്സോ ഒരു പതപ്പോ ഒന്നും തോന്നില്ല കേട്ടോ. എന്തോ ഒരു തിക്കായിട്ടുള്ള നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫേസ് പാക്ക് ക്രീമുകളുണ്ടല്ലോ, അതിടുന്ന ഒരു ഫീലിങ്ങേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കഴുത്തി കണ്ടല്ലോ, ഇത് മതിയല്ലോ.
അപ്പം നമുക്കിത് ഉണങ്ങിയിട്ട് കാണാം കേട്ടോ. ഞാൻ ഒരു സൈഡ് ഇട്ടിട്ടുണ്ട്, ഒരു സൈഡ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ ഇനി എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഒന്ന് അനങ്ങാതിരിക്കട്ടെ കേട്ടോ. ഇപ്പോൾ അതാണല്ലോ വേണ്ടത്. ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫാനിൻ്റെ മുമ്പിൽ ഞാൻ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ. ഇതിടുമ്പോഴേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം കേട്ടോ. മേ ബി സോപ്പിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കാം നല്ല രീതിയിൽ വിയർക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫാനിൻ്റെ മുമ്പിലായിട്ട് വന്ന് ഇരിക്കുക കേട്ടോ. എന്തോ ഈ ഒരു സൈഡ് ഭയങ്കരമായിട്ട് വെറ്റായ പോലൊരു ഫീൽ കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 20 മിനിറ്റ് വെച്ചു. ഇതങ്ങനെ ഉണങ്ങത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊന്ന് തുടച്ചു നോക്കാവേ എങ്ങനെയുണ്ട് എന്നുള്ളത്. വ്യത്യാസം വല്ലതും തോന്നുന്നുണ്ടോ? ഇത് സോപ്പ് ആയതുകൊണ്ടേ ഇങ്ങനെ പതഞ്ഞിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും കൊണ്ടുവന്ന് കഴുകിയിട്ട് വരാവേ. അപ്പം അത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ മുഖം കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകുമ്പോൾ കണ്ണി പോവാതെ നോക്കണം കേട്ടോ. സോപ്പ് ആയതുകൊണ്ട് നല്ല രീതിയിൽ നീറുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഡിഫറൻസ്. നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും കൂടെ ഒരു ഗ്ലോ ആയ ഫീലില്ലേ? ഇവിടെ നോക്കി കുറച്ചൊന്ന് ഒന്ന് റഫായ പോലെ, ഇവിടെ ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഉള്ള പോലെ ഫീൽ ഉണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫീൽ ഉണ്ട് കേട്ടോ. അല്ലേ? ഈ ഒരു സൈഡ് ഉണ്ടോ? നമുക്കിപ്പം ഒരു നല്ലൊരു സ്മൂത്തായിട്ട് ഇരിക്കണം, നല്ലൊരു ഗ്ലോ ഒക്കെ വേണമെങ്കിൽ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സംഭവമാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഒരു ഗ്ലോ ഉള്ളത്. അപ്പോൾ നമ്മളിത് ഡെയിലി ഒക്കെ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 1-2 ആഴ്ചത്തേക്ക് എന്തായാലും കാണും. പിന്നെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. എന്തായാലും നല്ലതാണ്. പിന്നെ ഡോവ് സോപ്പ് എന്ന് പറയുന്നത് തന്നെ നല്ല ഒരു മോയ്സ്ചറൈസേഷൻ ഉള്ളൊരു സോപ്പാണല്ലോ. നല്ല അടിപൊളിയായിട്ടാണ് അത് നമ്മൾ മുഖത്തൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളും സ്മൂത്ത് ആവാനൊക്കെ നല്ലതാണ്. പിന്നെ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ സ്കിൻ വൈറ്റനിങ് ആണ്. പാലെന്ന് പറയുന്നതും ഒരു എന്താ പറയുക ക്ലെൻസിങ് ഏജൻറ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന നാച്ചുറൽ ബ്ലീച്ചാണ്. ഇതേ കണ്ടില്ലേ? എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.